എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മളെ ഫോണിൽ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ പഴയ പോക്കോ M3 എന്ന് പറഞ്ഞ ഫോണാണ്. ഈ ഫോണിൻ്റെ ഈ സൈഡിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഫിംഗർ പ്രിൻ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എളുപ്പമാണ് ഫിംഗർ പ്രിൻ്റ്. ഇതിൽ ഗ്ലാസ് ഒട്ടിച്ചാലും ഒട്ടിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിലായതുകൊണ്ട് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഡേറ്റ ഓരോ സമയം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം ഞാൻ എൻ്റെ പോക്കോ X6 എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ഞെക്കി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫിംഗർ പ്രിൻ്റ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇതിലിങ്ങനെ ഗ്ലാസിൻ്റെ ഇത് വേരിയേഷൻ അനുസരിച്ച് ഇത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഫിംഗർ പ്രിൻ്റ് ഓരോ സമയം മാറ്റണമെന്ന്. ഞാൻ എറണാകുളത്ത് പെൻഡാമേന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ആദ്യമായിട്ട് ഗ്ലാസ് ഒട്ടിക്കാൻ ഞാൻ ചെന്നു. അവിടെ ഏറ്റവും വില കുറഞ്ഞ ഗ്ലാസ് വേണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കടയിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞൊരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു ഈ ഫോണിന് പറ്റിയത്. പോക്കോ M6-നൊരു X6-നൊരു ഫോൺ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. ആ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. എനിക്ക് 100 രൂപയുടെ ഒരു ഗ്ലാസ് ഒട്ടിച്ചു വന്നു. അപ്പോൾ ഞാനിങ്ങനെ ടച്ച് ചെയ്തപ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നില്ല ഇതിൽ ഫിംഗർ പ്രിന്റിന്റെ. അപ്പോൾ എനിക്ക് മനസ്സിലായതിന് ഫിംഗർ പ്രിന്റിന് എന്തോ വ്യത്യാസമുണ്ട്, ഗ്ലാസിന്റെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ നേരെ വേറൊരു വലിയ കടയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് 200 രൂപയുടെ ഗ്ലാസ് കിട്ടി. ആ ഗ്ലാസ് പൊട്ടിച്ചു നോക്കി, അപ്പോഴും ഇതിൽ ഫിംഗർ പ്രിന്റ് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കടക്കാരനോട് ചോദിച്ചത് എന്താണ് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓരോ പ്രാവശ്യം ഗ്ലാസ് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിന്റ് മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഗ്ലാസ് ഒട്ടിക്കുമ്പോഴും നമ്മൾ ഫോണിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പതിച്ച ഡേറ്റ ആയിരിക്കില്ല രണ്ടാമത്തെ പ്രാവശ്യം പതിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്നത്. ആ പതിയുന്ന ഡേറ്റ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ ഡേറ്റ ആയിട്ട് ചെയ്യണം. അതായത് പഴയ ഡേറ്റ കറപ്റ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ പഴയ ഡേറ്റ കറപ്റ്റഡ് എന്നല്ല, അത് പോയിട്ടുണ്ടാവും. അതിന് പകരം പുതിയ ഡേറ്റ നമ്മൾ അതിലേക്ക് ചെന്നാൽ മാത്രമേ, ഈ പുതിയ ഗ്ലാസ് ഒട്ടിച്ചനുസരിച്ച് പുതിയ ഡേറ്റ വന്നാൽ മാത്രമേ പുതിയ ഫിംഗർ പ്രിന്റ് ഇങ്ങനെ എടുക്കുകയുള്ളൂ. അത് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗ്ലാസ് കടയിൽ ചെന്നിട്ട് നിങ്ങൾ ഗ്ലാസിന്റെ പ്രശ്നമെന്ന് വിചാരിച്ച് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ഇടാതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് എനിക്ക് ഫിംഗർ പ്രിന്റ് ഇല്ലാതെ ഇതിങ്ങനെ പാസ്വേഡ് ഇട്ട് ഇങ്ങനെ പാസ്വേഡ് കണ്ട ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് വരും. പാസ്വേഡ് ഇട്ട് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാന്ന് ആലോചിച്ചു. പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്, പാസ്വേഡ് ഉപയോഗിച്ച് ഓരോ പ്രാവശ്യം കയറിയാൽ പോലെയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു മണ്ടത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഓരോ പ്രാവശ്യം ഗ്ലാസ് ഒട്ടിക്കുമ്പോഴും ഈ ഫിംഗർ പ്രിന്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ ഫിംഗർ പ്രിന്റ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ഗ്ലാസിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് അത് ഫിംഗർ പ്രിന്റ് ചേഞ്ച് ചെയ്യാതിരിക്കരുത്. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് ആണ്. അത് എല്ലാ ഫോണിനും വേരിയേഷൻ ഉണ്ടാവും. വില കൂടിയ ഫോണിന് അത് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫോണിന്റെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പല ഫോണുകൾക്ക് പലതരത്തിലുള്ള സെറ്റിംഗ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. ഗ്ലാസ് ഒട്ടിക്കുമ്പോഴും ഒട്ടിച്ചതിനും അതിന് ശേഷവും ഉള്ളത് നിങ്ങളുടെ ഫിംഗർ പ്രിന്റിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടായത് നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് അത് ഞങ്ങളോട് പറയണം. നിങ്ങൾക്കുണ്ടായ വ്യത്യാസം കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി.